പള്ളിക്ക പഞ്ചായത്തിലെ വാർഡ് 2 പകൽക്കുറി. എൻ്റെ പേര് റീജ. ഞാനൊരു സംരംഭകയാണ്, അതുപോലെ ഞാനൊരു കർഷകയാണ്. 2022 കിളിമാനം ബ്ലോക്കിലെ മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. അതുപോലെ തന്നെ 2024-25 വനിതാരത്ന കർഷക അവാർഡിന് സ്റ്റേറ്റ് ലെവലിൽ ഞാൻ അപേക്ഷിക്കുകയും തിരുവനന്തപുരം ജില്ലയിലെ മികച്ച വനിതാരത്ന കർഷകയായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ആദ്യം കോഴിയിൽ നിന്നാണ്, കാരണം ഈ മുട്ടക്കോഴി, കാരണം നാടൻ മുട്ടക്കോഴി വിതരണത്തിൽ കൂടിയാണ് ഞാൻ തുടങ്ങിയത്. 2 പഞ്ചായത്തിലെ 59 നാവായിക്കുളം പള്ളിക്ക പഞ്ചായത്തുകളിലെ 59 അംഗനവാടികളിൽ മുട്ട കൊടുക്കുന്നത് ഞാനാണ്. അതുപോലെ തന്നെ സ്കൂളുകളിലും മുട്ട ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ നാടൻ മുട്ട കുട്ടികൾക്കും നമ്മുടെ ജനങ്ങൾക്കും എത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഈ വിഷരഹിതമായിട്ടുള്ള, കാരണം വെള്ള മുട്ട തന്നെ ചുമന്ന പെയിൻ്റ് അടിച്ച് വരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കെങ്കിലും ഇതിൻ്റെ ഉപയോഗപ്പെടണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. എനിക്ക് 1000 കോഴിയുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എനിക്ക് പച്ചക്കറിയിലോട്ട് ഞാൻ തിരിയുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 50 സെൻറ്റ് അല്ല, 1 ഏക്കറിൽ കൂടുതലുണ്ട്. നെൽകൃഷിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. അപ്പോഴത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ മുന്നോട്ട് പോകണം. എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് നേരിട്ട്, എങ്കിലും അത് ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കോഴി വളർത്തലിൽ എനിക്ക് കോഴിവളം എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷേ അതിന് ഞാൻ ഓവർടേക്ക് ചെയ്തു. എനിക്ക് 1 ചാക്ക് കോഴിവളം 100 രൂപയ്ക്ക് ഞാനിപ്പോൾ സപ്ലൈ ചെയ്യുകയാണ്. എൻ്റെ ഈ 1 ഏക്കർ വരയിടത്തിലെ കൃഷിക്ക് ഈ ജൈവവളമായിട്ട് കോഴിവളം തന്നെയാണ് ഞാൻ ഇടുന്നത്. കാരണം ജൈവപരമായിട്ട് സമ്പുഷ്ടീകരിച്ച കോഴിവളം, അതായത് കോഴിവളം, ട്രൈക്കോഡെർമ, വേപ്പിൻ പിണ്ണാക്ക്, പച്ചിലകൾ, കരിയിലകൾ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 30 ദിവസം കഴിയുമ്പോൾ ഏറ്റവും നല്ലൊരു ജൈവവളമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പഠിച്ച് ഉണ്ടാക്കിയത് തന്നെയാണ്. കാരണം നമുക്ക് ഈ പ്രാക്ടിക്കലാണ് ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ നമ്മൾ തിയറികൾ ഒരിക്കലും നമ്മൾ ഇതിലോട്ട് വരത്തില്ല. അതുപോലെ തന്നെ എനിക്ക് ഈ ഓണത്തിന് മുമ്പ് മാർച്ചിൽ ഞാൻ പച്ചക്കറി കൃഷി ഇറക്കി. കാരണം പാവല്, പയറ്, പടവല, 3 സൈസ് കോവല്, അതുപോലെ തന്നെ വെള്ളരി, കുമ്പളം, കഴുത്തൻ, വഴുതണ, വെണ്ടയൊക്കെ എനിക്ക് അത്ഭുതമാണ്. ഇത്രയും ഒരു 15 കിലോയൊക്കെയാണ് ഞാൻ ദിവസം വെണ്ട പറിച്ചത്. അത് ഈ ഓണത്തിന് നല്ലതാണ്. കാരണം ഓണത്തിന് എൻ്റെ പഞ്ചായത്തിൽ ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ഏറ്റവും നല്ല രീതിയിൽ കുടുംബശ്രീയിലെ ചന്തയ്ക്ക് നല്ല രീതിയിൽ ഞാൻ പച്ചക്കറി സപ്ലൈ ചെയ്യും. കാരണം ഒരു ദിവസം ഞാൻ പറിച്ച വെള്ളരിയുടെ കണക്കാണ് 40 കിലോ, 50 കിലോ വീതം പാവല് പറിച്ച്. ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, എൻ്റെ കൃഷിയിടത്തിൽ വന്ന് കണ്ടാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നല്ല രീതിയിൽ, കാരണം ഈ വർഷത്തെ ഓണത്തിന് എനിക്ക് ചിലവ് കൂട്ടിച്ചേർന്ന് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയുടെ പച്ചക്കറി ഞാൻ വിറ്റു. പക്ഷേ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ കളിയാക്കും. എനിക്കതൊന്നും ബാധകമില്ല, കാരണം കളിയാക്കലുകളൊക്കെ ഞാൻ ഒരുപാട് കേട്ട് കഴിഞ്ഞതാണ്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണം, എങ്ങനെ എന്നെ ഫോളോ ചെയ്ത് കുറച്ച് പേര് വരണം. കാരണം നമ്മളെ കർഷകർ തന്നെ നല്ല രീതിയിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വരണമെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എങ്കിൽ പോലും 5ലുള്ള ഒരു കുഞ്ഞിന് BSc അഗ്രികൾച്ചർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൃഷിഭവനിലെ അനില മാഡം വഴി എനിക്കൊരു കോണ്ടാക്റ്റ് വരികയും ആ കുട്ടി എൻ്റെ നാട്ടിൽ വന്നതിൻ്റെ അമ്മ വഴി എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും 25 സൈസ് പുഴുക്കളെ ഞാൻ പിടിച്ചു കൊടുക്കുകയും ആ പുഴുക്കൾ രൂപാന്തരം പ്രാപിച്ച് അതിൻ്റെ ഓരോ ഘട്ടങ്ങളാക്കി അവർക്ക് ചിത്രശലഭമാക്കി മാറ്റേണ്ട ഒരു ആവശ്യം വരികയും അത് അവർക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മോക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്ത്. അപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് അവർ സാറ് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും വെറൈറ്റി ചിത്രശലഭത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്. മറ്റു കുട്ടികൾ പോയി, പക്ഷേ അവർക്ക് ചിത്രശലഭത്തിന് പോയിട്ട് ഒരു പുഴുവിനെ പോലും പിടിക്കാൻ പറ്റില്ല. കാരണം കീടനാശിനി അടിക്കും തോറും നമുക്ക് ഒരു പുഴുക്കൾ പോലും നമ്മളെ പച്ചക്കറി തോട്ടത്തിലോ നമ്മളെ പൂ തോട്ടത്തിലോ ഒന്നും കാണത്തില്ല. അത് ഞാൻ 100% ഉറപ്പ് വരുന്നു. അതുപോലെ തന്നെ കീടനാശിനിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഫിഷ് അമിനോ ആസിഡാണ്. കാരണം മീനും സമാസമോ 1 കിലോ മീനാണെങ്കിൽ 1 കിലോ ശർക്കര, ഇവ ഒരു ടിന്നിനകത്ത് അടച്ചിട്ട് ഒരു 3 ആഴ്ച കഴിയുമ്പം
ഒന്നാന്തരം ഒരു കീടനാശിനിയായിട്ട് അത് രൂപാന്തരപ്പെടുകയാണ്. അത് കീടനാശിനി മാത്രമല്ല, അത് പൂക്കൾ പൂക്കാനും പച്ചക്കറി പൂക്കാനും നല്ല രീതിയിൽ കായ്ക്കാനും ഏറ്റവും നല്ല രുചികരമായ ഒരു പച്ചക്കറി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എനിക്ക് എത്താൻ കഴിയുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി സ്ഥലപരിമിതിയുണ്ട്. കാരണം ഒരു ക്രോപ്പ് ചെയ്യുമ്പോൾ ആ ക്രോപ്പ് തീരുന്നതിന് മുമ്പ് അടുത്ത ക്രോപ്പ് എനിക്ക് ചെയ്യണം. പക്ഷേ അത് നമ്മുടെ പഞ്ചായത്ത് തന്നെ അതിനുള്ള ഒരു തീരുമാനത്തിലെത്തി എനിക്ക് അത് എടുത്തു തരണം. ഒരു 3 ഏക്കറെങ്കിലും എനിക്ക് കൃഷി ചെയ്യാനായിട്ട് എടുത്തു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം പച്ചക്കറി, കാരണം നമുക്ക് നിത്യോപയോഗ സാധനം എന്ന് പറയുന്നത് പച്ചക്കറിയും മുട്ടയുമാണ്. അത് നമ്മുടെ വീട്ടിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതെ, കാരണം അത്ര നല്ല രീതിയിൽ ഒരുപാട് പേര്, കാരണം 15-20 പേരാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. കാരണം എനിക്ക് ഒരാൾ വന്ന് അയ്യോ എനിക്കിപ്പോൾ സമയമില്ല നിങ്ങളവിടെ നിന്ന്, ഞാനത് പറയത്തില്ല. അവർക്ക് വേണ്ട ലൈവായിട്ട് തന്നെയാണ് പച്ചക്കറി എല്ലാം പിച്ച് കൊടുക്കുന്നത്. എനിക്ക് സന്തോഷമാണ്. അവരുടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.